ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഗ്യാതറിംഗ് ഫൂട്ടും അതെങ്ങനെയാണ് നമ്മുടെ മെഷീനിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ്. ഞാനിപ്പോഴാണ് ഈ ഒരു ഫൂട്ടിനെ കുറിച്ച് അറിഞ്ഞത്. ഇത് എത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്യാതറിംഗ് ഫൂട്ട്. ഇത് ഞാൻ എൻ്റെ മെഷീൻ വാങ്ങിയ ആ കടയിൽ നിന്നും തന്നെയാണ് വാങ്ങിയത്. ത്രെഡ് ഹൗസിലൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് അവിടെ കിട്ടിയില്ല. അപ്പോൾ തയ്യൽ മെഷീനൊക്കെ വിൽക്കുന്ന കടയിൽ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിലും അവൈലബിൾ ആണ്. കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ 125 രൂപയായിരുന്നു വില. ഞാനിത് ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്കും 200 മുകളിലാണ് കേട്ടോ വില. അപ്പോൾ നമ്മൾ കടയിൽ പോയി തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു തരം ഫൂട്ടാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ചെറിയൊരു വെട്ട് പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇതാ നന്നായിട്ട് കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോയാൽ അവിടെ ചെന്ന് കാണിച്ചാൽ മതിയാവും. ഞാൻ അങ്ങനെയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് ഇൻഡസ്ട്രിയൽ മെഷീൻ്റെ ഗ്യാതറിംഗ് ഫൂട്ടാണ്. നമ്മുടെ നോർമൽ മെഷീന് വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ഗ്യാതറിംഗ് ഫൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സാധാ മെഷീനിലും നോർമൽ മെഷീനിൽ വെച്ച് നോക്കി, പക്ഷേ ഇത് വെക്കാൻ പറ്റുന്നില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മെഷീൻ, അതുപോലെ തന്നെ അംബ്രല മെഷീന്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മെഷീനിൽ ഫിറ്റ് ചെയ്യാനായിട്ട് 2 ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നമ്മുടെ മെഷീൻ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അതിൽ വലിയ സ്ക്രൂ ഡ്രൈവറും ഉണ്ട്. ദാ ഇവിടെയുള്ളൊരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്ത് ഇപ്പോൾ ഉള്ള നോർമൽ ഫൂട്ട് നമുക്ക് ഇളക്കി മാറ്റി കൊടുക്കാം. കണ്ടോ, ആദ്യം ഒന്ന് ഈ ഒരു വലിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിക്കുക. അതിന് ശേഷം ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതേപോലെ നമ്മുടെ ഫൂട്ട് ഊരിയെടുക്കുക. ഇപ്പം ഞാൻ ഇതങ്ങ് ഊരിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂക്ഷിച്ച് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മുടെ ഗ്യാതറിംഗ് ഫൂട്ട് എടുക്കുക. അപ്പോൾ ആ ഫൂട്ടിൽ ഇങ്ങനെ ഒരു വെട്ടുപാടുണ്ടല്ലോ, ആ ഒരു വെട്ടുപാട് ഇവിടെ വരത്തക്ക രീതിയിൽ ആ സ്ക്രൂവിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ മൊത്തത്തിൽ അങ്ങ് പുറത്തോട്ട് ഊരിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സൂചി ആ സെൻറ്ററിലെ ഹോളിലൂടെ കറക്റ്റായിട്ട് കടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ സൂചി ഒടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതൊന്ന് ആദ്യം ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു നോബ്. ടെൻഷൻ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ റൈറ്റിലോട്ട് തിരിക്കുമ്പോഴത്തേക്കും ടെൻഷൻ കൂട്ടി കൊടുക്കും. അതിനുശേഷം ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണ്. സ്റ്റിച്ചിൻ്റെ ലെങ്തും കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 2ൽ കിടന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത് 3ലോട്ടാക്കിയിട്ടിട്ടുണ്ട്. എത്രത്തോളം ടെൻഷൻ കൂട്ടുന്നു, അതുപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ലെങ്ത് കൂട്ടുന്നു, അതിനനുസരിച്ച് നമുക്ക് അടുപ്പിച്ച് ചുരുക്കി കിട്ടും. ഇപ്പം ഞാൻ ഒരു നെറ്റ് തുണി എടുത്തിട്ടുണ്ട്. നെറ്റ് തുണിയിൽ ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മുടെ ചുരുക്ക് വീഴുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ നമ്മൾ തുണി വലിച്ചു പിടിക്കരുത്. അപ്പോൾ ഇപ്പോൾ തയ്ച്ചെടുത്തപ്പോൾ കണ്ടോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗ്യാദേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെൻഷൻ കുറച്ചുകൂടെ ഒന്ന് ഞാൻ കൂട്ടി കൊടുക്കുവാണേ. നമുക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് ചുരുക്കിയിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മൾ തുണി വലിച്ചു പിടിച്ചാൽ നമ്മുടെ ഈ ചുരുക്ക് അകന്നകന്നു പോകും. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അടുപ്പിച്ച് ചുരുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് തയ്ച്ച് കാണിച്ചു തരാം. തുണി വലിച്ചു പിടിക്കുകയും ചെയ്യരുത്. അഥവാ നമുക്ക് അകലത്തിൽ ഗ്യാദേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുണി ഇടക്കിടക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഉപകാരപ്രദമായ ഒരു ഫൂട്ടാണിത്. കാരണം എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് 3 ലെയർ ഫ്രോക്കൊക്കെ തയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ 2 ദിവസം കൊണ്ടാണ് ഒരു 3 ലെയർ ഫ്രോക്ക് തയ്ച്ചുകൊണ്ടിരുന്നത്. കാരണം 3 ലെയർ ആദ്യം അടിക്കണം, അത് കഴിഞ്ഞ് നൂല് വലിച്ചു കൊടുക്കണം, എന്നിട്ട് ചുരുക്കിടണം, രണ്ടാമത് അടിച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു ഫ്രോക്ക് തയ്ച്ചു. അപ്പോൾ എനിക്കിത് വളരെ ഉപകാരപ്പെട്ട ഒരു ഫൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയും ചുരുക്ക് അടുപ്പിച്ച് വേണമെങ്കിൽ ഈ ഒരു നോബൊന്ന് തിരിച്ച് ടൈറ്റാക്കി കൊടുത്താൽ മതി.
ഇനി ഞാനൊരു കോട്ടൺ തുണിയിൽ ഒന്ന് ഗ്യാദേഴ്സ് ഇട്ട് കാണിച്ചു തരാം. ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള തുണിയിലൊക്കെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് കട്ടിയുള്ള തുണിയിൽ ഇത് അത്ര നന്നായിട്ട് വർക്ക് ചെയ്യില്ല. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതെനിക്ക് ഓൺലൈൻ ഓർഡർ വന്ന ഒരു സ്കേർട്ടിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ 3 ലെയർ സ്കേർട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് അതാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാകാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിയേക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഗ്യാദേഴ്സ് വീഴുന്നുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഗ്യാദേഴ്സ് വരും. നമ്മൾ കൈ കൊണ്ട് നൂല് വലിച്ച് ചുരുക്കൊക്കെ ഇട്ടാൽ യൂണിഫോം ആയിരിക്കത്തില്ല. അവിടെ ഇവിടെയും ചുരുക്ക് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല യൂണിഫോം ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാദേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ, എത്ര പെട്ടെന്നാണ് ചുരുക്കിയിട്ട് തീരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നൂല് വലിച്ച് തീരുമ്പോൾ തന്നെ ഒരു സമയം എടുക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 3 ലെയർ ഫ്രോക്കും അതുപോലെ തന്നെ സ്കേർട്ടൊക്കെ ആണെങ്കിൽ എത്രയോ മീറ്റേഴ്സിലാണ് ഞാൻ ആദ്യം അടിച്ചിട്ട് നൂല് വലിച്ചെടുക്കുന്നത്. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നല്ല സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. എനിക്ക് എന്തോ അനുഗ്രഹം കിട്ടിയ പോലെയാണ് ഈ ഒരു ഫോട്ടോ കിട്ടിയപ്പോഴത്തേക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കുന്നത്. അത്ര എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫോട്ടോ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സ്കേർട്ട് 3 ലെയർ സ്കേർട്ടാണ്. ഞാൻ ഈ ഫൂട്ട് ഉപയോഗിച്ചിട്ട് ഗ്യാദേഴ്സ് ഇട്ടിട്ട് തയ്ച്ച ഒരു സ്കേർട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല യൂണിഫോം ആയിട്ട് ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊരു 9 മീറ്ററിൽ ഞാൻ ചെയ്തൊരു സ്കേർട്ടാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ചുരുക്കിടണമെന്നൊന്ന് ആലോചിച്ച് നോക്കും. 9 മീറ്റർ തുണിയെടുത്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഫൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടും. പക്ഷേ ഇത് ഇൻഡസ്ട്രിയൽ മെഷീൻ്റെതാണ്. നമ്മുടെ നോർമൽ മെഷീന് വേണ്ടിയിട്ട് വേറൊരു ഫൂട്ടാണ്. ഗ്യാദറിംഗ് ഫൂട്ടുണ്ട്, വേറൊരു ഫൂട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. താങ്ക്